സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇന്നിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അവർ 967 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന 3 പേർക്ക് ഉൾപ്പെടെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. അവസാന ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെ സമരം തുടരുകയാണ് ഉദ്യോഗാർത്ഥികളൊക്കെ. പക്ഷേ ഏതാണ്ട് ഇനി അങ്ങനെ ഒരു സമരം തുടർന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ അവർ തിരിച്ചറിയുന്നുണ്ടാവും. ഇന്നിപ്പോൾ അവരുടെ ഹാൾ ടിക്കറ്റൊക്കെ കത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് പിരിയും എന്നൊക്കെയാണ് ഇന്നലെ അവർ വിശദീകരിച്ചിരുന്നത്. ഇപ്പോൾ അവിടുന്ന് വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, ഇന്നിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും തീർച്ചയായും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ലഭിക്കണമെന്ന്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാനാണോ അവരുടെ തീരുമാനം? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. എങ്കിലും അവസാന ദിവസത്തിലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ ഒത്തിരി പേർക്ക് നിയമനം ലഭിച്ച ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസത്തിലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവർ വെക്കുന്നത്. കഴിഞ്ഞ 18 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തി വരികയാണ്. നിരവധിയായ സഹന സമരങ്ങളാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്നത്. നിലവിൽ ഇന്നലെ ഉൾപ്പെടെ 45 പേർക്ക്, ഈ സമരത്തിൽ ഉൾപ്പെട്ട 3 പേര് ഉൾപ്പെടെ 45 പേർക്കായിരുന്നു നിയമനം ലഭിച്ചത്. നിലവിൽ 337 പേർക്കാണ് ആകെ നിയമനം ലഭിച്ചിട്ടുള്ളത്. 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഈ ഒരു PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഈ അവസാന ദിവസത്തിലും വലിയ പ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. ഇനി വരും സമയങ്ങൾ ഉൾപ്പെടെ അല്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ അവർ സംഘടിപ്പിക്കുമെന്ന് പറയുന്നു. അതിൽ ഉറപ്പായിട്ടില്ല. എന്തായാലും ഈ ഒരു അവസാന ദിവസത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധത്തോടൊപ്പം പ്രതീക്ഷയും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ നിരവധിയായ സമരങ്ങളാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടത്. ഈ കല്ലുപ്പിൽ ചവിട്ടി നിന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ ശയനപ്രദക്ഷിണം വെച്ചും ചോര കൊണ്ട് പ്ലക്കാർഡ് എഴുതിയും ഒക്കെയുള്ള സമരങ്ങളാണ് ഇന്നലെ ഉൾപ്പെടെ നമ്മളിവിടെ കണ്ടത്. ഈ സഹന സമരങ്ങൾ കണ്ടിട്ട് തന്നെ ആവണം സർക്കാർ ഇന്നലെ ഒരു 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുള്ളത്. അതിൽ സമരത്തിൽ ഉൾപ്പെട്ട 3 പേര് കൂടി ഉണ്ടായിരുന്നു. അവർ അവരുടേതായ ജില്ലകളിലേക്ക് മടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുക. നിലവിൽ 337 പേർക്കാണ് ആകെ നിയമനം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസത്തിലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഹർഷൻ. റൈറ്റ്, മീരയാണ് രാവിലെ വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നും സമരക്കാരവിടെ തന്നെയുണ്ട്. ഇവരുടെ ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരം ഏറെ ശ്രദ്ധയാകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വ്യത്യസ്തമായ സമരമുറകളൊക്കെ അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഉപ്പിൽ മുട്ടുകുത്തി നിന്നൊക്കെയുള്ള തീവ്രമായ ഒരു സമരമുറയൊക്കെ അവർ പ്രയോഗിച്ചിരുന്നു. എന്തായാലും അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അവർ അവിടെ നിന്ന് മടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മീര അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്.